പോസ്റ്റ് ഫെമിനിസം എന്ന പദത്തെ പരിചയപ്പെടുത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. വെർജീനിയ വൂൾഫിൽ നിന്ന് നവോമി വൂൾഫിലേക്കുള്ള പരിണാമത്തിൻ്റെ കഥയാണ് പോസ്റ്റ് ഫെമിനിസം എന്നുള്ള വാക്കെന്നും പറയാം. സ്ത്രീകൾ തങ്ങളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് വിമർശനപരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ആ ചോദ്യങ്ങളിൽ നിന്നും കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടത്. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ചിന്തകനായിട്ടുള്ള വില്യം ഗോഡ്വിൻ്റെ ഭാര്യ മേരി വൂൾസ്റ്റൺക്രാഫ്റ്റ്, അവരുടെ പുത്രി മേരി ഷെല്ലി, അവരുടെ ഭർത്താവ് PB ഷെല്ലി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ 19-ാം നൂറ്റാണ്ടിലെ സ്ത്രീ സമത്വവാദ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരാണ്. വെർജീനിയ വൂൾഫിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ചോദ്യമാണ് സ്ത്രീകളിൽ നിന്ന് എന്തുകൊണ്ട് എഴുത്തുകാരികൾ പിറക്കുന്നില്ല എന്നുള്ളത്. സ്ത്രീയുടെ ഇടത്തെക്കുറിച്ചുള്ള ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലേക്ക് വീഴുമ്പോൾ സ്ത്രീവാദം വ്യത്യസ്തമായ നിലകളിൽ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. സ്ത്രീയുടെ സാമൂഹിക ഇടത്തെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ലിംഗപദവി എന്ന പ്രശ്നത്തെ നിർദ്ധാരണം ചെയ്യുകയും അതിൻ്റെ അടിത്തറയിൽ പുതിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുകയുമുണ്ടായി. 1949 പ്രസിദ്ധീകരിച്ച സിമോൺ ദ ബുവാറിൻ്റെ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകമാണ് ലിംഗപദവിയെക്കുറിച്ചുള്ള കാതലായ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം സ്ത്രീവാദ പ്രസ്ഥാനങ്ങൾ കൂടുതൽ വിപ്ലവാത്മകമായ രീതിയിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായി. 2-ാം ലോകമഹായുദ്ധത്തിന് മുൻപ് തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുള്ളിലുള്ള സ്ത്രീകൾ തൊഴിലാളി വർഗ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. എന്നാൽ 1949 എത്തുമ്പോൾ ഒരു വശത്ത് സെക്കൻഡ് സെക്സ് പോലെ വിപ്ലവാത്മകമായ ഒരു രചനയും, മറുവശത്ത് ബെറ്റി ഫ്രാനെ പോലെയുള്ള മധ്യവർഗ സ്ത്രീകളുടെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന ഫെമിനിസ്റ്റുകളും രൂപം കൊണ്ടു. പാശ്ചാത്യ ലോകത്ത് തന്നെ സ്ത്രീവാദത്തെ സംബന്ധിച്ച് ഉപരിവർഗ സ്ത്രീകളുടെ വീക്ഷണവും തൊഴിലാളി വർഗ സ്ത്രീകളുടെ വീക്ഷണവും വ്യത്യസ്തങ്ങളായിട്ട് രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. 2 വർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും പ്രാഥമികമായിട്ടും തങ്ങളുടെ താല്പര്യങ്ങൾ തങ്ങളുടെ വർഗബോധത്തോടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് അലക്സാന്ദ്ര കൊല്ലന്തായിയെപ്പോലുള്ള ആളുകൾ നിരീക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പഠിക്കുന്നതിനും നിർദ്ധാരണം ചെയ്യുന്നതിനും വ്യത്യസ്തങ്ങളായ സമീപനങ്ങളും വ്യത്യസ്തങ്ങളായ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളും ആവശ്യമാണെന്നും അലക്സാന്ദ്ര കൊല്ലന്തായിയെപ്പോലുള്ളവർ സ്ഥാപിക്കുകയുണ്ടായി. സ്ത്രീവാദം ഏകമുഖമായ ഒന്നല്ല, അതിനെ സിംഗുലറായിട്ട് കാണാനും കഴിയില്ല, മറിച്ച് സ്ത്രീവാദങ്ങൾ എന്നുള്ള പദത്തിലേക്ക് അത് മാറേണ്ടതുണ്ട്. വ്യത്യസ്തങ്ങളായ സ്ത്രീവാദങ്ങൾ, വ്യത്യസ്തമായ സാമൂഹിക ശ്രേണികളിലുള്ള സ്ത്രീകൾ ലോകത്തെ കാണുന്നതും പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നതും വ്യത്യസ്തമായാണ് എന്നുള്ള കാഴ്ചപ്പാടുകളും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധേയമായി. 1970-കൾ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിപ്ലവാത്മകമായ ഇടപെടലുകൾ സാധ്യമാക്കിയ വർഷമാണ്. 70-കളെ തുടർന്ന് വരുന്ന ലോകത്ത് 70-കളിൽ പ്രവർത്തിച്ചിട്ടുള്ള സ്ത്രീകൾ തന്നെ സ്ത്രീ പ്രശ്നങ്ങളെ വ്യത്യസ്തമായി നോക്കിക്കാണാൻ ആരംഭിച്ചു. അങ്ങനെ നോക്കിക്കാണാനുള്ള പരിശ്രമങ്ങളിൽ 70-കളിൽ ശക്തമായി ഇടപെട്ടിരുന്ന ഗ്ലോറിയ സ്റ്റെനിനെ പോലുള്ള ആളുകൾ, അവർ സ്ത്രീ പ്രശ്നത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ 80-കളിലും 90-കളിലും നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. സ്ത്രീക്കുള്ളിലെ ശക്തിയെ പുറത്തെടുക്കുക, അവളുടെ സ്വത്വത്തെ അവൾ തന്നെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ ഇരയായിട്ട് നിൽക്കുകയല്ല, മറിച്ച് ഒരു ഏജൻസി എന്നുള്ള നിലയിലേക്ക് കർത്തൃത്വപരമായിട്ടുള്ള വ്യതിയാനത്തിലേക്ക് അവൾ വരേണ്ടതുണ്ടെന്ന് ഗ്ലോറിയ സ്റ്റെനിനെ പോലുള്ള ആളുകൾ പറയുകയുണ്ടായി. പക്ഷേ ഗ്ലോറിയ സ്റ്റെനിൻ്റെ സമീപനങ്ങൾ ആധുനിക മുതലാളിത്ത സാമൂഹ്യക്രമത്തിന് അനുപൂരകമായിട്ടുള്ള സംഗതിയായിരുന്നു. വ്യക്തിയെ കേന്ദ്രീകരിച്ച്, വ്യക്തിയുടെ ലിബറേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സാവധാനം മാറിത്തുടങ്ങി. നവോമി വൂൾഫിൻ്റെ പ്രത്യേകത വ്യക്തിവാദപരമായ സ്ത്രീ പ്രശ്നങ്ങളെ നോക്കിക്കാണുക എന്നുള്ളതാണ്. 21-ാം നൂറ്റാണ്ടിലേക്ക് സ്ത്രീവാദ പ്രസ്ഥാനങ്ങൾ കടന്നു വരുമ്പോഴാണ് പോസ്റ്റ് ഫെമിനിസം എന്നുള്ള പദം
പ്രസക്തമാകുന്നത്. പോസ്റ്റ് ഫെമിനിസം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് 21-ാം നൂറ്റാണ്ടിലെ ഉപരിവർഗ സ്ത്രീകളുടെ ഫെമിനിസ്റ്റ് ഇടപെടലുകളാണ്. തൊഴിലാളി വർഗ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും മുതലാളിത്ത വർഗ സ്ത്രീകൾക്ക് സ്വീകാര്യമായിരുന്നില്ല. പ്രസവാവധി, ശിശു സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഭരണകൂട പിന്തുണ, ഇതിനെയൊന്നും തന്നെ സ്ത്രീക്കെതിരെ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങളെപ്പോലും പോസ്റ്റ് ഫെമിനിസ്റ്റുകൾ വേണ്ട വിധത്തിൽ അഭിസംബോധന ചെയ്തിട്ടില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ബിൽ ക്ലിൻ്റനെതിരെ നടന്നിട്ടുള്ള മോണിക്ക ലെവിൻസ്കി കേസ്. ഈ കേസിൽ 70കളിൽ അതിശക്തമായ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച സ്ത്രീകൾ പോലും ലൈംഗികമായ അതിക്രമങ്ങളെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയോ ഇല്ലെങ്കിൽ മോണിക്ക ലെവിൻസ്കിക്കെതിരെ നിലപാടുകൾ എടുക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിന് അവർ കൊടുക്കുന്ന ന്യായീകരണം, ഇനിമേൽ സ്ത്രീക്ക് ഇരയുടെ പദവിയിൽ നിന്നുകൊണ്ട് അവളുടെ പ്രശ്നങ്ങളെ കാണേണ്ടതില്ല, മറിച്ച് താൻ കടന്നു പോന്നിട്ടുള്ള ഓരോ അനുഭവങ്ങളെയും വെച്ചുകൊണ്ട് തൻ്റേതായ പദവിയും അധികാരവും കൂടുതൽ ആർജിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വിക്ടിം എന്നതിനപ്പുറത്ത് പവർ വിമൻ എന്ന് പറയുന്ന ആശയത്തെ നവോമി വുൾഫ് മുൻപോട്ട് വയ്ക്കുകയുണ്ടായി. വജൈന എന്ന് പറയുന്ന അവരുടെ ആത്മകഥ ഉൾപ്പെടെ നിരവധി രചനകളിലൂടെ ഈ ഒരു ആശയത്തെ അവർ മുൻപോട്ട് വയ്ക്കുകയും ഈ ഒരു കാലഘട്ടം പോസ്റ്റ് ഫെമിനിസത്തിൻ്റെ കാലഘട്ടമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പരിവർത്തനം രൂപപ്പെടുന്നത് പാശ്ചാത്യ സർവകലാശാലകളിലെ സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ഇടം എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഒട്ടുമിക്ക സ്ത്രീകളും പൊതു തൊഴിലിടങ്ങൾ തിരഞ്ഞെടുക്കാതെ വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകൾ തന്നെ വീട്ടമ്മമാരായി കഴിയുന്നതിൽ സായുജ്യം കണ്ടെത്തുന്ന കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്ന സവിശേഷ പ്രതിഭാസം ഒരർത്ഥത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളെ നിഷേധിക്കുകയോ പിന്നോട്ടടിക്കുകയോ ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സമത്വം എന്ന് പറയുന്ന സങ്കല്പം പാശ്ചാത്യ ലോകത്ത് ഏറെക്കുറെ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. മുൻപ് സ്ത്രീകളുടെ വേതനം പുരുഷന്മാരുടെ വേതനത്തിനേക്കാൾ അല്പം താഴെയായിരുന്നു. പുരുഷന്മാർ ആർജിക്കുന്ന 100 രൂപ വേതനം കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് 75 രൂപ എന്നുള്ള നിലയിലായിരുന്നു കണക്കാക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നത് 30% താഴേക്ക് പോന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സ്ത്രീയുടെ ലിംഗപദവിയെ അഭിസംബോധന ചെയ്യാതെ സ്ത്രീയുടെ സാമൂഹിക രാഷ്ട്രീയ അധികാര മണ്ഡലങ്ങളിൽ എങ്ങനെയും അധികാരം ആർജിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ സ്ത്രീകളെ എംപവർ ചെയ്യുന്ന ഒരു മൂവ്മെൻ്റായിട്ട് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാറി. ഈ എംപവർമെൻറ്റിനെയാണ് പോസ്റ്റ് ഫെമിനിസം എന്നുള്ള വാക്കുകൊണ്ട് ഇന്ന് അർത്ഥമാക്കുന്നത്.